ഗൈസ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് പേളിമാണിയുടെ അമ്മമ്മയുടെ മുട്ട ചുരുട്ട് കറിയാണ്. ഹലോ ഗൈസ്, ഐ ആം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ്. കാരണം ഈ ഒരു റെസിപ്പി എനിക്ക് നമ്മുടെ പേളിമാണിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞത് ആളുടെ അമ്മമ്മയുടെ റെസിപ്പിയാണ്. അപ്പം അതേ ഗൈസ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് പേളിമാണിയുടെ അമ്മമ്മയുടെ മുട്ട ചുരുട്ട് കറിയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഈ നോർമൽ കറികളൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ വീട്ടിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇത് സക്സസ് ആവോ ഫെയിലിയർ ആവോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഇത് ഷെയർ ചെയ്യാം. പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് എന്നെ കാണാൻ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നുണ്ടാവും. മാത്രമല്ല എൻ്റെ സൗണ്ടും കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം നമുക്കിനി മുട്ട ചുരുട്ട് കറി തയ്യാറാക്കാം ഗൈസ്. ഇതൊക്കെയാണ് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തക്കാളി, സബോള, തേങ്ങ, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, മല്ലിയില, മുട്ട, മുളകുപൊടി, മല്ലിപ്പൊടി, പിന്നെ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, പെരുംജീരകം. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പരിപ്പ് വേവിക്കാനാണ് പോണത്. പരിപ്പിലേക്ക് ഒരു സബോളയും ഒരു തക്കാളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വേവിക്കാം. അതിന് ശേഷമാണ് നമ്മൾ അടുത്തുള്ള സ്റ്റെപ്പുകൾ ചെയ്യുക. പേളിമാണി ഇതിൽ ഫസ്റ്റ് തന്നെ ഉപ്പൊന്നും ഇടാതെയാണ് വേവിക്കുന്നത്, അവസാനമാണ് ഉപ്പിടുന്നത്. പക്ഷേ എനിക്കെപ്പോഴും വേവിക്കുമ്പോൾ ഉപ്പിട്ടാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അങ്ങനെ ഇതിവിടെ ഇരുന്നോട്ടെ. ഈ ഒരു പരിപ്പ് വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് മുട്ടച്ചുരുട്ട് ഉണ്ടാക്കാനുള്ള പണികളിലോട്ട് കടക്കാം. അപ്പോൾ മുട്ടച്ചുരുട്ട് സിമ്പിളാണ്. നമ്മൾ സാധാ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ അതിലേക്ക് സബോളയും പെപ്പറും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഓംലേറ്റ് പോലെ ഉണ്ടാക്കുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുട്ടച്ചുരുട്ടിലെ സബോള നല്ല സ്ലൈസസ്, നല്ല അത്രയും കുഞ്ഞി തിന്നായിട്ട് നമ്മൾ അരിയണം. അപ്പോൾ അങ്ങനെ നമ്മൾ സബോളയൊക്കെ അരിഞ്ഞു. ഇവിടെ ഞാൻ 5 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് എടുക്കാം. പേളിയുടെ വീഡിയോയിൽ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് അത്ര ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ സബോളയും ഉപ്പും പെപ്പറും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുക്കറിന് വിസിലൊക്കെ വന്നു. അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഈ സ്പൈസസ് ഒക്കെ ഇടാം. സ്പൈസസ് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും. കാരണം കുരുമുളക് നമ്മൾ അങ്ങനെ തന്നെ ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളിടുന്ന സമയത്ത് ഒന്ന് ചതച്ചിട്ട് കഴിഞ്ഞതുപോലെ പൊട്ടിത്തെറിക്കില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വൈറ്റ് നിറം മാറി ഇതുപോലെ ഒരു ബ്രൗൺ നിറത്തിലോട്ട് വരണം. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യേണ്ടത്. അല്ലച്ചെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളകുപൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. രണ്ടും ഒരേ അളവിലാണ്. ഞാൻ 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതവിടെ അരയ്ക്കാനായിട്ട് ചൂടാറാനായിട്ട് ഞാൻ ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. ഇനി നമുക്ക് മുട്ടയുടെ ചുരുട്ടുണ്ടാക്കാനായിട്ടൊരു വലിയ പാൻ എടുത്തിട്ട് ഇതുപോലെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തുകയാണ്. നല്ല നേർത്തതായിട്ട് പരത്തണം എന്നാണ് പേളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല.
ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ എന്താ 8ൻ്റെ പണിയാണ് കിട്ടിയത്. ആദ്യം ഒഴിച്ച മുട്ടയിൽ എക്സസ് ആയിട്ടുള്ള ബാറ്റർ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒന്നടങ്കം അത് നിലത്തോട്ട് വീണുപോയി. പിന്നെ ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മുട്ടച്ചുരുട്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു സംഭവം സിമ്പിളാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അതിനുശേഷം ഇതുപോലെ കുഞ്ഞു പീസസ് ആക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറച്ച് മുട്ട എടുത്താലും ഇതിൽ കുറേ പീസസ് ഉണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ പീസസ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പരിപ്പ് വേവിച്ചതിലോട്ട് ഞാൻ തേങ്ങയുടെ അരപ്പ് ഒഴിക്കുകയാണ്. തേങ്ങ ചേർത്തപ്പോൾ കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാനതിട്ടു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് നേരം തിളച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മുട്ടച്ചുരുട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ നന്നായിട്ട് ഇളക്കാൻ പാടില്ല, കാരണം അത് പൊട്ടിപ്പോവും. അപ്പം സൂക്ഷിച്ച് നമ്മൾ ഇളക്കണം ഗൈസ്. അതിനുശേഷം ഞാനതൊരു 2 മിനിറ്റ് തിളപ്പിച്ചു. പിന്നെയും നമ്മൾ ലാസ്റ്റ് റൗണ്ട് ടേസ്റ്റൊക്കെ നോക്കി. അപ്പം കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ ലഞ്ചിന് നമ്മുടെ ചോറും മുട്ട ചുരുട്ട് കറിയാണ് ഗൈസ്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല വാവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു നോർമൽ ഒരു കറിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ആയിരിക്കാം. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പക്ഷേ കഴിക്കാൻ വേണ്ടി പറ്റും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കുഞ്ഞിനും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ആൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്.